إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമുക്കെല്ലാം നൽകി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമസ്ത നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിയായി മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടാൻ പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമെന്നോണം എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിനു വേണ്ടി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾ ചെലവിടാനും അവിചാരിതമായി ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ അള്ളാഹുവിന് ഏറ്റവും പൊരുത്തമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് നെറ്റിത്തടം വിയർത്ത് മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും നാളെ റബ്ബിൻ്റെ കോടതിയിൽ സ്വർഗവും നരകവും വിവച്ഛേദിച്ച ആളുകളെ വേർതിരിക്കുമ്പോൾ
സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ദറജയിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒത്തൊരുമിച്ച് സന്തോഷിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധം ഖുല്ലത്ത് എന്ന ബന്ധമാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ആ ബന്ധങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ അതിൽ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ബന്ധം ഖുല്ലത്ത് എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ അതിന് ഉറ്റവൻ, ഉടയവൻ, അതല്ലെങ്കിൽ അടുത്ത ചങ്ങാതി എന്നൊക്കെ പറയാറുണ്ട്. ഖലീൽ, ചങ്ങാതി എന്ന് നമ്മൾ മലയാളത്തിൽ അതിന് പരിഭാഷപ്പെടുത്തും. പക്ഷേ മലയാളത്തിന് പരിമിതികളുണ്ട്. വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു കലിമത്താണ്, ഒരു വാചകമാണ് ഖലീൽ എന്ന വാക്ക്. മഹബത്തിനേക്കാൾ അള്ളാഹുവും അടിമയും തമ്മിലുള്ള ഇഷ്ടം എന്ന പദവിയേക്കാൾ ഉയർന്ന പദവിയാണ് ഖലീൽ എന്ന ബന്ധം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് ജനിച്ച ഒരു കുഞ്ഞു വരെ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ കോടാനുകോടി മനുഷ്യർ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ റഹ്മാനായ റബ്ബിനോട് ഈ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ രണ്ട് മനുഷ്യന്മാരേയുള്ളൂ. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഖലീലായി തിരഞ്ഞെടുത്തത് രണ്ട് ആളുകളെ മാത്രമാണ്. നമുക്കെല്ലാവർക്കും ആരാണ് അവർ എന്ന് അറിയാം. ഒന്ന് നമ്മുടെയൊക്കെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത്തെ പ്രവാചകൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ബലിപെരുന്നാളും ബലിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അയവിറക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു പ്രവാചകൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഖുല്ലത്ത് എന്ന ബന്ധത്തിന്, ഉറ്റ ചങ്ങാതി എന്ന ഏറ്റവും ഉയർന്ന ബന്ധത്തിന്, ഒരു സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഏറ്റവും അതിൻ്റെ പാരമ്യതയിൽ എത്ര എത്താൻ കഴിയുമോ അത്ര ഉയർച്ചയിലേക്ക് ഉയരാൻ കഴിഞ്ഞ രണ്ട് മനുഷ്യന്മാർ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് പ്രവാചകന്മാരെ പ്രത്യേകം എടുത്ത് അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന ദറജയിലേക്ക് ഉയർത്തിയത്? എന്താണ് ഈ രണ്ട് പ്രവാചകന്മാർക്കുള്ള പ്രത്യേകതകൾ? പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞ രണ്ട് പ്രവാചകന്മാർ ഇബ്രാഹിം നബിയും മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അവരുടെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണമെന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാത നിങ്ങൾ പിൻപറ്റണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയെ നിങ്ങൾ അനുധാവനം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ ഒരുപാട് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ കാതലായ കാരണം? എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അത്ര വലിയൊരു പദവി ലഭിച്ചത്? അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 120, 121 ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് സവിശേഷതകളുണ്ട് ഇബ്രാഹിം നബിക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത ഗുണനിലവാരങ്ങളിലൂടെ സഞ്ചരിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ, ഒട്ടനേകം നമ്മുടെ കൈകളിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് ഉന്നതനായി നിൽക്കുന്നതാണ് ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഖലീലായി, അദ്ദേഹത്തെ അള്ളാഹുവിൻ്റെ ചങ്ങാതിയായി സെലക്ട് ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ ഗുണങ്ങൾ.
ആ ഗുണങ്ങളിൽപ്പെട്ട ചില ഗുണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗുണങ്ങളുള്ളവരായി മാറാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറയുന്ന ഗുണങ്ങളെല്ലാം അതെനിക്കുണ്ടോ എന്നൊരു പരിശോധന ഞാനും നിങ്ങളും നടത്തണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സെലക്ട് ചെയ്യാനുള്ള ആ ഗുണസ്വഭാവങ്ങൾ, ആ ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങൾ എന്നിലുണ്ടോ എന്ന പരിശോധനയ്ക്ക് വേണ്ടിയിട്ടും, ഇല്ല എങ്കിൽ ആ സ്വഭാവ ഗുണം നേടിയെടുക്കണമെന്ന ഒരു പ്രാർത്ഥനയും പ്രയത്നവുമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഖുത്ബയിലൂടെ നമുക്കുണ്ടാവേണ്ടത്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നാമതായി അള്ളാഹു പറഞ്ഞു ഉമ്മത്തൻ, ഉമ്മത്തായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്ത് എന്നതിന് നമുക്കൊരർത്ഥമുണ്ട് അല്ലേ? നമ്മളൊക്കെ മനസ്സിൽ വന്നൊരർത്ഥം എന്താ? സമുദായം എന്നുള്ളതാണ്. മുസ്ലിം ഉമ്മത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത് നമ്മളല്ലല്ലോ, അത് സ്വഹാബത്താണ്. ഖുർആനെ പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഉമ്മത്തി എന്നതിനർത്ഥം? മഹാനായ വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ വളരെയേറെ അവഗാഹമുള്ള ഒരു സ്വഹാബി വര്യനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഉമ്മത്തൻ എന്ന് പറഞ്ഞാൽ മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി. അപ്പം നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരു സമൂഹത്തിന് മൊത്തം നന്മയെ പകരുന്നു കൊടുക്കാൻ, നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ വളരെയേറെ ശ്രദ്ധിച്ചവരാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് നമ്മളിലേക്ക് ഇറങ്ങി ചിന്തിച്ചു നോക്കി. നമ്മൾ എത്ര വയസ്സുവരെ ഇപ്പം ജീവിക്കുന്നു അല്ലേ? 30 വയസ്സുള്ളവരുണ്ട്, 40 ഉള്ളവരുണ്ട്, 50 ഉള്ളവരുണ്ട്, 20 ഉള്ളവരുണ്ട്, അതിന് താഴെയുള്ളവരുണ്ട്, അതിന് മുകളിലുള്ളവരുമുണ്ട്. ഇത്രയും കൊല്ലം നമ്മൾ ജീവിച്ചിട്ട് എൻ്റെ ഈ സുഹൃത്ത് എന്നിൽ നിന്ന് ഈ നന്മ പഠിച്ചത് എൻ്റെ കാരണത്താലാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇതാ കാണുന്ന വ്യക്തി ഉണ്ടല്ലോ, അയാൾ നെരിയാണിക്ക് മുകളിലേക്ക് വസ്ത്രം ഇടാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ്, അൽഹംദുലില്ലാ. അയാൾ ഖുർആൻ ക്ലാസ്സിന് വരാൻ തുടങ്ങിയത് ഞാൻ ക്ഷണിച്ചിട്ടാണ്. അയാൾ പള്ളിക്ക് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുണ്ടല്ലോ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ്. ഇതാ കാണുന്ന സഹോദരിയുടെ വസ്ത്രധാരണ വളരെ മോശമായിരുന്നു, പക്ഷേ ഒരു ദിവസം ഞാൻ അവളെ കൂടെ ഇരുത്തി ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് ദീനല്ല. അതുകൊണ്ട് അവൾ ആ ഡ്രസ് കോഡ് മാറ്റിയത് എൻ്റെ ഒരു നസീഹത്തിലൂടെയാണ്, ഞാൻ അവൾക്കൊരു ഖൈറ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആശ്വസിക്കാൻ ഇത്രയേറെ കൊല്ലം കൊണ്ട് നമുക്കേതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിക്കാനുണ്ട്, എന്നിലൂടെ നന്നായവർ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് ആപ്പതിച്ചുപോയ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ആ സമുദായത്തിന് ഏറ്റവും ഉന്നത സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്ത ആ പ്രവാചകന് കാണിച്ചു കൊടുക്കാനുണ്ട്. എന്നിലൂടെ മാറ്റപ്പെട്ട, എൻ്റെ വാക്കുകളിലൂടെ, എൻ്റെ പ്രബോധനത്തിലൂടെ, എൻ്റെ പഠനത്തിലൂടെ മാറ്റപ്പെട്ട ഒരു സമുദായത്തെ ചൂണ്ടിക്കാണിക്കാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. നമുക്കുണ്ടോ? ഞാനിറക്കം ചോദിക്കേണ്ടതാണ്, എന്നിലൂടെ എന്ത് ഖൈറാണ് ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചോനെ, എനിക്കെൻ്റെ ഇണകളിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും കൺകുളിർമ ലഭിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞെന്താ? വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്നാണ്. ഏതാ ഇമാമ്? എന്താണ് ആ ഇമാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഇമാമാണ് അല്ലാഹ് പറഞ്ഞ ഇമാമ്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഓ ഇബ്രാഹിം, താങ്കളെ ഞാൻ ലോകർക്ക് മുഴുവൻ ഇമാമാക്കി മാറ്റുന്നതാണ്. അല്ലാഹ് പറയാ, ഓ ഇബ്രാഹിം, നിങ്ങളെ ഞാൻ ജനങ്ങൾക്ക് മുഴുവനും ഇമാമാക്കി മാറ്റുന്നതാണ്. എന്താ ഇമാമ്? മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, നന്മയെ പഠിക്കുന്നവൻ, നന്മയെ പകർത്തുന്നവൻ. ഈ 3 ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ നന്മ പഠിക്കണം. നമ്മൾക്കൊരു നന്മ പഠിക്കാത്തൊരു ദിവസം ഉണ്ടാവരുത് സഹോദര. നമ്മളിൽ നിന്ന് ചിലർ നന്മകൾ പഠിക്കണം, നന്മ നമ്മളിൽ നിന്ന് പഠിക്കണം. രാവിലെ ഒരു ഇസ്ലാമിക പ്രഭാഷണം ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തു, നമ്മൾ മുഖേനയാണ് അത് കിട്ടിയത് അല്ലേ?
പോട്ടെ, ഒരു ഖുതുബക്ക് ഒരാളെ നമ്മൾ വിളിച്ചോടുന്നു. പോട്ടെ, നമ്മളിൽ നിന്ന് ഒരാൾ ഒരു ഖുർആൻ ക്ലാസ്സിന് വന്നു, ഒരു ദീനീ ആയത്ത്, വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് പഠിക്കാനുള്ള സദസ്സിൽ എന്നിലൂടെ അവരെത്തി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ മുഖേന അയാൾക്കൊരു നന്മ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റണം. അപ്പോഴാണ് ഈ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന എന്ന പ്രാർത്ഥനക്കൊക്കെ ഒരർത്ഥമുള്ളൂ. അല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനന്നാസിം, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത മഫാത്തിഹുൽ ഖൈർ, നന്മയുടെ താക്കോലുകളാണ്, വമഗാലിഖുശ് ശർ, തിന്മയുടെ പൂട്ടുകളാണ്. നന്മയുടെ താക്കോലുകളാണ്. അവിടെ ആ ഏരിയയിൽ ഒരു ദീനീയായ ഒന്നുമില്ലാത്തൊരു ഏരിയ, അവിടെ പോയിട്ട് കുറച്ച് ആളുകൾ ഒരുമിച്ച് കൂട്ടി നമുക്കിവിടെ കുറച്ച് ഒരു ആയത്തൊക്കെ പഠിച്ച് തുടങ്ങാം. ഒരു പള്ളി അവിടെ കയറ്റിക്കൊടുത്തി. നോക്കൂ, ഒരു ക്ലബ്ബ് തുടങ്ങല്ല, ഒരു പള്ളി അവിടെ കയറ്റിക്കൊടുത്തു. ഒരു ഇസ്ലാമിക് സെൻറ്റർ അവിടെ സ്ഥാപിച്ചു കൊടുത്തു. ഒരു ഇസ്ലാമിക് പ്രീ സ്കൂൾ അവിടെ തുടങ്ങിക്കൊടുത്തു. അതിലൂടെ ഒരുപാട് തലമുറ നന്നായി വന്നു. അത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന മിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, മഫാത്തിഹുൽ ഖൈർ, അവർ നന്മയുടെ താക്കോലുകളാണ്, അവർ നന്മകൾക്ക് തുടക്കം കുറിക്കുന്നവരാണ്. നമുക്ക് നന്മകൾക്ക് തുടക്കം കുറിക്കാൻ കഴിയണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിക്കണം. തോന്നിവാസങ്ങൾ കണ്ടിരിക്കുന്ന സിനിമയും സീരിയലുകളും റീൽസും ഷോർട്സും മ്യൂസിക്കും കേട്ടിരിക്കുന്ന തൻ്റെ മോനോട്, പാടില്ല മോനെ, അള്ള വിരോധിച്ചതാണെന്ന് പറയാൻ, അങ്ങനെയെങ്കിലും ഒരു നന്മ പറയാൻ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഉമ്മമാരെ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? എടീ, ആ വസ്ത്രധാരണ ശരിയല്ല, ഇറുകിപ്പിടിച്ച് നിന്റെ ശരീരത്തിൻ്റെ നിന്നോന്നതികൾ പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ, നീ അഴകാർന്ന രീതിയിൽ പുറത്തേക്ക് പോകുന്നത് വഹിയ സാനിയ, വ്യഭിചാരിണിയുടെ സ്വഭാവമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നുമോളെ, നിന്റെ വസ്ത്രധാരണ മാറ്റണമെന്ന് ഉമ്മ ഉപ്പ പറയാൻ പറ്റിയിട്ടുണ്ട്. ഒരു നന്മ സ്വന്തം മക്കൾക്കെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് കഴിക്കടാ എന്ന് പറയാൻ അൽഹംദുലില്ലാഹ് ചൊല്ലിയൊന്ന് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, വ ഇന്ന മിനന്നാസി മഫാത്തിഹുൽ ശർരി വമഗാലിഖുൽ ഖൈർ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവർ തിന്മകളുടെ തുടക്കക്കാരാണ്, തിന്മകളുടെ തുടക്കക്കാരാണ്, നന്മകൾക്ക് തടസ്സം വെക്കുന്നവരാണ്. നാം സഹോദരങ്ങൾ, വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുക നമുക്ക്, പണ്ട് SSLC പഠിച്ച എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂട്ടിയൊരു ഗ്രൂപ്പ് തുടങ്ങാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് തുടങ്ങി. ഞാൻ ആ ഗ്രൂപ്പ് തുടങ്ങുന്നത് ഹറാമാണെന്നൊന്നുമല്ല പറയണം. എന്നിട്ട് നമ്മളതങ്ങോട്ട് സജീവാക്കി വിട്ടുകൊടുത്തു. പിന്നെ അതിലിങ്ങനെ ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ വോയിസുകൾ വരുന്നു, സിനിമകൾ വരുന്നു, പാട്ടുകൾ വരുന്നു. തുടങ്ങിയതാരാ? നമ്മളാ. ഒരു ക്ലബ്ബ് ഇട്ട് കൊടുത്തു. അവിടെ എല്ലാം നടക്കുന്നു, ലഹരിയുടെ വ്യാപനം, തോന്നിവാസങ്ങൾ, തെറിപ്പൂരം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. തുടങ്ങിയതാരാ? നമ്മളാ തുടങ്ങിയത്. ലോകത്തൊരു കൊലപാതകം ഇന്ന് നടന്നാൽ, ഇന്ന് പത്രത്തിൽ നിങ്ങൾ എത്ര കൊലപാതകങ്ങൾ വായിച്ചു? ആ കൊലപാതകത്തിൻ്റെ ഒക്കെ കുറ്റം കാബീലിനുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ കാബീലിന് അതിനൊരു ഓഹരി പടച്ചറബ് കൊടുക്കുന്നുള്ളതാണ്. നമ്മളൊരു തിന്മയുടെ തുടക്കക്കാരായി മാറരുത്. തിന്മയുടെ തുടക്കക്കാരാവുന്നവർക്ക് നാശം, ഫവൈലുൻ, അള്ളാഹിൻ്റെ റസൂൽ പറയണം, അവർക്ക് നാശമുണ്ട് എന്നാണ്. ഫതൂബ ലിമൻ ജഅലല്ലാഹ്, ആരുടെയെങ്കിലും കൈകളിലൂടെ നന്മകൾക്ക് തുടക്കം കുറിച്ചു അവർക്ക് മംഗളമെന്നാണ്. അതുകൊണ്ട് സുഹൃത്തേ, ഇബ്രാഹിം നബിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഉമ്മത്തായിരുന്നു. അദ്ദേഹം നന്മ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും പകർത്തുന്നവനുമായിരുന്നു എന്നാണ്. അത് നമുക്കുണ്ടാവണം. എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു സ്ഥാനം നമുക്ക് കിട്ടും. രണ്ടാമത്തതോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാനിത്തൻ ലില്ലാഹ്, ഇബ്രാഹിം നബി ഖാനിത്തായിരുന്നു എന്നാണ്. എന്താ സുഹൃത്തുക്കളെ ഖാനിത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ കുനൂത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഖാനിത്ത്, കുനൂത്ത്, അടക്കവും ഒതുക്കവും എന്നാണ് അതിൻ്റെ നേരർത്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. പക്ഷേ അതിന് മുഫസ്സിരീങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ കൊടുത്ത അർത്ഥം മുദീമൻ ലിത്വാഅതി റബ്ബിഹി മുഖ്ലിസൻ ലില്ലാഹ്, പതിവായി റബ്ബിനെ അനുസരിക്കുന്നവനാണ്. റമദാൻ വന്നപ്പോൾ സജീവമായവനല്ല, ഏതോ ഒരു ദിവസത്തെ ഒരു ഉപദേശം കേട്ടപ്പോൾ പിറ്റേ ദിവസം സുബൈക്ക് വന്നു വീണ്ടും ചാർജ് പോയി, അതല്ല. ഏതോ ഒരു സമയത്ത് തൻ്റെ സുഹൃത്തിൻ്റെ മരണം കണ്ടപ്പോൾ അന്ന് ഇശാവും മഗ്രിബിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു, അങ്ങനെയല്ല. മുദീമൻ ലിത്വാഅതി റബ്ബിഹി, പടച്ച റബ്ബിനെ പതിവായി അനുസരിക്കുന്ന, റഹ്മാനായ റബ്ബിനോട് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും റബ്ബിനെ ഓർത്തുകൊണ്ട്
ആ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രകൃതമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രകൃതം. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. പക്ഷേ മുസ്ലിം എന്ന പദത്തിൻ്റെ അർത്ഥവത്താക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അസ്ലമ ഷൈഉ എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്ലമ ഷൈ. നമ്മളിങ്ങനെ കച്ചവടത്തിലൊരു സാധനം അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കൊടുത്തു, പിന്നല്ലല്ലോ, പിന്നെ അങ്ങോട്ട് തിരിച്ചു വാങ്ങി അതൊരു കച്ചവടമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ റബ്ബിലേക്ക് നമ്മളെ കൊടുക്കലാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ. നമ്മളെ അള്ളാഹ്ക്ക് കൊടുക്കുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർളി ഹനീഫൻ മുസ്ലിമാ എന്ന് തുടങ്ങി നമ്മളിങ്ങനെ പറയുന്നില്ലേ? എന്താ അവിടെ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, എൻ്റെ നിസ്കാരവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നേർച്ച വഴിപാടുകളും, വമഹ്യായ എൻ്റെ ജീവിതവും, വമമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹ് നിനക്കുള്ളതാണ്. ജീവിതം മൊത്തം അനക്കാണ്. അള്ളാഹിനോട് പറയാ. നമ്മളൊക്കെ നിസ്കാരത്തിൽ കൈയ്യട്ടി പറയണല്ലേ? അള്ളാഹ് നിനക്കാണ്, എൻ്റെ ജീവിതം മുഴുവൻ നിനക്കാണ്. എന്നിട്ടോ ഇവിടെ നിസ്കാരം കഴിഞ്ഞാൽ നെരിയാണിക്ക് താഴേക്ക് പാൻറ് താഴ്ത്തിയിടും. എന്ത് നിനക്കാണ് നമ്മൾ പറഞ്ഞ്? നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത സിനിമ കാണാം, അടുത്ത മ്യൂസിക് കേൾക്കുക. അപ്പം എന്ത് നിനക്കാണ് നമ്മൾ പറഞ്ഞ്? മുസ്ലിം എന്ന പദത്തിനർത്ഥം അള്ളാഹുവിന് നൽകിയവെന്നാണ്. ജീവിതം മുഴുവൻ അള്ളാഹുവിന് നൽകിയവൻ. അതാണ് ഇബ്രാഹിം നബി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലാണ് ചേലാകർമ്മം ചെയ്യാൻ വേണ്ടി പറയുന്നത്. പ്രായാധിക്യം ചെന്നിട്ടാണ് അദ്ദേഹം ചേലാകർമ്മം ചെയ്തു. ആ ചേലാകർമ്മം ചെയ്യാൻ പറഞ്ഞ ഉടനെ അദ്ദേഹം ചെയ്തു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹ് ചോദിച്ചു തന്നെ, ഓ ഇബ്രാഹിം, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഉള്ളൂ, ചേലാകർമ്മം ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ, നീ എന്തിനാണ് ധൃതിപ്പെട്ട് ചെയ്തത്? ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കുണ്ടല്ലോ, മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിനെ കൊത്തി നുറുക്കേണ്ട വാക്കാൻ. ഇബ്രാഹിം നബി പറയുന്നു, പടച്ചോനെ, നിന്റെ ഒരു കൽപ്പന വന്നിട്ട്, നീ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് അതൊരല്പനേരത്തേക്ക് പോലും നീട്ടിവെക്കുന്നത് എനിക്കിഷ്ടമില്ല റബ്ബേ എന്നാണ്. എത്ര ഖുത്ബകൾ നമ്മൾ കേട്ടു, എത്ര ഹദീസുകൾ നമ്മൾ കേട്ടു. ഇത് അള്ളാഹുവിൻ്റെ ഓർഡറാണ് എന്ന് നമ്മൾ എത്ര കേട്ടു. കാലങ്ങളായി വാർദ്ധക്യത്തിലേക്ക് എത്തട്ടെ, മരിക്കാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീട്ടിവെക്കുകയാണ്. സഹോദര, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ മാറ്റിവെക്കാൻ മനസ്സുകൊണ്ട് സന്നദ്ധനല്ലായിരുന്നു ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് ഖാനിതൻ ലില്ലാഹ് അല്ലേ, പ്രാർത്ഥിച്ചു കിട്ടിയ മകനെ അറുക്കാൻ വേണ്ടി പറയുമ്പോൾ രണ്ടാമതൊന്ന് ആലോചിച്ചില്ല. യാ ബുനയ്യ, പൊന്നുമോനെ ഇസ്മായിലെ, നിന്നെ അറക്കണമെന്നാണ് ഉപ്പ പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി. വർഷങ്ങളോളം ഒരു കുഞ്ഞില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സുഹൃത്ത്, ഒരു 2 വർഷം കുട്ടിയില്ലാണ്ട് ഇടങ്ങറായ നമുക്കൊക്കെ അറിയാം. ഇത് വിവാഹം കഴിഞ്ഞ് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കുഞ്ഞിനെ പടച്ചിറപ്പ് കൊടുത്തിട്ട് ആ കുഞ്ഞ് തൻ്റെ കൂടെ നടക്കാനുള്ള ഒരു ആവതിലേക്ക് എത്തിയപ്പോൾ ഫലമ്മാ ബലഗ മഅഹു സഅയ്, കൂടെ നടക്കാൻ മാത്രം തൻ്റെ പിതാവിനൊരു ആശ്വാസമാകും, എനിക്കൊരു കൈത്താങ്ങാകും എന്ന പ്രായത്തിലേക്ക് ഇസ്മായിൽ നബി എത്തിയപ്പോൾ അല്ലാഹ് പറയാ, ഓ ഇബ്രാഹിം, നിന്റെ മോനെ അറുത്തു കളയണം. ആലോചിച്ചില്ല. അല്ലാഹ് നിനക്ക് വേണ്ടി അറുക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ആ മനസ്സിനോളം ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ കുട്ടികളെ അറക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു മൃഗത്തെ അറക്കാൻ പോലും മനസ്സില്ല നമുക്കൊന്നും. ഒരു 8,000-9,000 ഷെയർ കൂടി ഒരു മൃഗത്തെ അറക്കാൻ പോലും പലപ്പോഴും സാമ്പത്തിക നിലവാരവും അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും നമുക്ക് മനസ്സ് വരുന്നില്ല. സഹോദരൻ, ആലോചിച്ചു നോക്കൂ. സ്വന്തം കുട്ടിയെ അറക്കാൻ പറഞ്ഞപ്പോൾ അവിടെയും അല്ലാഹു എന്ന് പറഞ്ഞ് അതനുസരിക്കാൻ നിന്ന ഇബ്രാഹിം നബി. അതാണ് ഖാനിതൻ ലില്ലാഹ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഖലീൽ, കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ നിന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്ത മഹാമനുഷ്യരായി മാറാൻ ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞത്. അതാണ് കീഴൊതുക്കം. അത് നമുക്കുണ്ടോ? നമ്മൾ ചിന്തിക്കാം. 3-ാമത്തെ കാര്യം, അദ്ദേഹം ഹനീഫായിരുന്നു. ഹനീഫ്, ഋജുമനസ്കൻ എന്ന് മലയാളത്തിൽ നമുക്ക് പറയാം, പക്ഷേ അറബിയിൽ വിശാലാർത്ഥമാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ മുഖ്ബിലൻ അലല്ലാഹി ബിൽ മഹബ്ബ, അള്ളാഹുവിലേക്ക് പരിപൂർണമായ ഇഷ്ടത്തോടു കൂടി മുന്നിട്ടവെന്നാണ്.
ഇഷ്ടത്തോടു കൂടി നിസ്കരിക്കുന്നു, ഇഷ്ടത്തോടു കൂടി സുബ്ഹാനല്ലാഹ് ചൊല്ലി. നമ്മളൊന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിയത് സുബ്ഹാനല്ലാഹ് ആവണമെങ്കിൽ മഹബ്ബത്തൻ വ തഅലീമൻ എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധനയായി പറയുന്നത്. മഹബ്ബത്തൻ വ തഅലീമൻ, ഇഷ്ടവും ഉണ്ടാവണം, മനസ്സിൽ പരിപൂർണമായ ആദരവും ഉണ്ടാവണം. അങ്ങനെ ഒരു കാര്യം ചെയ്താലാണ് ഇബാദത്താവുക. വെറുതെ ചടച്ച് നിർബന്ധമായി അതല്ലെങ്കിൽ ആരുടെയൊക്കെയോ കൂടെ ഇങ്ങനെ വന്ന് ചേർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അത് ഇബാദത്താവില്ല, അത് കാട്ടിക്കൂട്ടലാണ്. അല്ലദീനയും യുറാഊൻ, മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചില മുനാഫിക്കുകൾ ചില കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? മുഅ്മിനീങ്ങളുടെ കർമ്മങ്ങളുടെ മാനസികാവസ്ഥ എന്താ? മഹബ്ബത്തൻ വ തഅലീമൻ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പരിപൂർണമായ ഇഷ്ടം, പരിപൂർണമായ ബഹുമാനം, ഈ രണ്ടും ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് ഇബാദത്തായി തീരുക. നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇഷ്ടത്തോടു കൂടി റബ്ബിലേക്ക് പോയവനാണ്. ബാക്കിയൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. മുഅരിളൻ അമ്മ സിവാഹ്, ബാക്കിയെല്ലാം അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട, പടച്ചോ മതി, വേറെ ആരും വേണ്ട, അല്ല മതി. അതാണ് ഇബ്രാഹിം നബിയുടെ നിലപാട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഗുണമായി പറഞ്ഞു, വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശിർക്കിൻ്റെ ഒരംശം പോലും വന്നിട്ടില്ല. ചെറുപ്രായം മുതൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് വരെ പ്രതിസന്ധിയുടെ തീച്ചൂളകളിലൂടെ നടന്നു നീങ്ങിയ മഹാമനുഷ്യനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നാട്ടിൽ നിന്ന് പ്രശ്നം, വീട്ടിൽ നിന്ന് പ്രശ്നം, കുടുംബത്തിൽ നിന്ന് മക്കളില്ലാത്ത പ്രയാസം, എന്തെല്ലാം പരീക്ഷണങ്ങൾ. പക്ഷേ അവിടെയൊന്നും തളർന്നില്ല, അവിടെയൊന്നും മനസ്സുകൊണ്ടൊരൽപ്പം പോലും അല്ലാഹുവല്ലാത്ത ഒരാളിലേക്ക് മനസ്സുകൊണ്ടുപോയിട്ടില്ല. 16 വയസ്സുള്ള ചെറുപ്പക്കാരനായിരിക്കെയാണ് മിൻജനീഖ് എന്ന് പറയുന്ന ഒരു പ്രത്യേക യന്ത്രത്തിൽ ഘടിപ്പിച്ചുകൊണ്ട് നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ലോകം കണ്ട ഏറ്റവും വലിയ തീക്കുണ്ടാരത്തിലേക്ക്, കാർമേഘത്തിൻ്റെ താഴെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ പോലും ആ തീയുടെ ചൂട് കാരണത്താൽ കരിഞ്ഞ് മണ്ണിലേക്ക് വീണു എന്ന് പറയാൻ മാത്രം ഗൗരവമുള്ള, പ്രിയപ്പെട്ടവരെ, അത്ര വലിയ തീക്കുണ്ടാരത്തിലേക്ക് ഈ 16 വയസ്സുള്ള ചെറുപ്രായക്കാരനായ ഇബ്രാഹിം നബി എടുത്തെറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബിൻ്റെ അടുത്ത് മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ്, യാ ഇബ്രാഹിം അലക ഹാജ, ഇബ്രാഹിം എന്തെങ്കിലും എന്നെ കൊണ്ട് വല്ലതും വേണോ? നിനക്ക് വല്ലതും എന്നെ കൊണ്ട് ആവശ്യമുണ്ടോ? ഇല്ല, ഹസ്ബി അല്ലാഹ്, അല്ല മതി. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മതി എനിക്ക്. ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോഴും നമ്രൂദ് ഒരുക്കിയിട്ടുള്ള ഭീകരമായ അഗ്നിയുടെ കുണ്ടാരത്തിലേക്ക് ഞാൻ എറിയപ്പെടുമ്പോഴും എനിക്ക് പടച്ച റബ്ബ് മതി, വേറെ ആരും വേണ്ട, അല്ല മതി. ഈ നിലപാടിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. 2 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവണില്ല. അപ്പം നമ്മൾ അല്ലേ അയൽപക്കത്ത് നിന്ന് വന്ന് പറയാം, അവിടെ പോയിട്ടൊന്ന് തൊട്ടിൽ കെട്ടിയാൽ മതി, റെഡിയാവും. അവിടെ ഒന്ന് പോയി നോക്കിയൊക്കെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ സാക്ഷിയാണ്. എൻ്റെ പെങ്ങളെ കുട്ടി, എൻ്റെ എളാമാൻ്റെ മോള്, ഇവർക്കൊക്കെ കുട്ടി ഉണ്ടായത് അങ്ങനെയാണ്. എനിക്ക് വിശ്വാസമില്ല, എന്നാലും ഒന്ന് പോയി നോക്കി. അങ്ങനെ ഉണ്ട് പറയുമ്പോൾ 3ാമത്തെ വർഷം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാവാണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരിളക്കല്ല, ആ ഇളക്കുണ്ടാവില്ല. വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുമ്പോഴും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ എനിക്ക് കുട്ടിനെ തരണേന്നാണ്. കുട്ടിനെ കിട്ടിയപ്പോഴോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, എങ്ങനെയുള്ളവനാണ് നീ. വഹബലി, ഇതാ എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് ഇസ്മായിൽ എന്ന പുന്നോമനെ നീ നൽകിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന റബ്ബീ ലസമീഉദ് ദുആ, തീർച്ചയായും എൻ്റെ റബ്ബുണ്ടല്ലോ, അവൻ പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. ഇന്ന ലാമു തൗക്കീദ്, അറബി അറിയുന്ന ആളുകൾക്കറിയാം. 2 തൗക്കീദുകൾ അവിടെ ഉണ്ട്. നിർബന്ധമായും ഉറപ്പായും എൻ്റെ റബ്ബൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. വാർദ്ധക്യത്തിൽ കുട്ടിനെ കിട്ടിയപ്പോൾ പറഞ്ഞ വാക്കാ. പ്രിയമുള്ളവരെ, ഒരു ബിസിനസ് തകരുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി വെക്കല്ല, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക. ആ തവക്കൽതു അലല്ലാഹ് എന്നുള്ള ബോർഡ് ഉണ്ടല്ലോ, പച്ച കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ച ബോർഡ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് വേറൊരു പച്ചയും കെട്ടിയിരിക്കുന്നത്. മനസ്സിലാവണില്ല. സ്റ്റെയറിങ്ങിൽ ഒരു പച്ച കെട്ടും, ഫ്രണ്ടിലൊരു തവക്കൽതു അലല്ലാഹ്. ഇതെന്ത് തവക്കുലാണ് സുഹൃത്തുക്കളെ? തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോഴും ഇബ്രാഹിം നബി കയ്യിലൊരു പ്ലേറ്റും വെച്ച് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് പോയിട്ടൊന്നുമില്ല. മനസ്സിനത്തെ വിശ്വാസമാണ്.
അതുകൊണ്ടാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് ചോദിക്കുന്നില്ലേ, കൈഫ തഖൂലു യാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണോ നിങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം? മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയുടെ ചോദ്യം. മനസ്സിൽ ആയിരക്കണക്കിന് ഇലാഹുകളെ സ്ഥാപിച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ആടി പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ട് പറ. വഖുൽ ബിഖൽബിക അൽഫ മറത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വബിലിസാനിക മറ വാഹിദ. നിന്റെ ഹൃദയം കൊണ്ട് 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. നാവ് കൊണ്ട് ഒറ്റ തവണ പറഞ്ഞാൽ മതി. ഹൃദയം കൊണ്ടാണ് 1000 തവണ പറയേണ്ടത്. നാവ് കൊണ്ട് ഇങ്ങനെ ആടി കുറേ തവണ പറഞ്ഞിട്ടല്ല, മനസ്സിൽ പറയണം. തൗഹീദ്, ആ തൗഹീദിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ പ്രബോധനവും അത് പ്രാവർത്തികമാക്കിയവനുമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പദവി കിട്ടിയത്. 5-ാമത്തെ അദ്ദേഹത്തിൻ്റെ ഗുണം ഷാക്കിറൻ ലി അൻഉമിഹി, പടച്ച റബ്ബ് നൽകിയ എന്തു നിഅമത്തിലും ശുക്ർ ചെയ്തവനാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എത്ര വലിയ അനുഗ്രഹത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ ഒരവസ്ഥ അയച്ചു, വാട്സപ്പിലൊരു വോയിസ്. നമ്മുടെ പരിസരത്തുള്ള ഒരു പ്രദേശവാസിയാണ്, നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള ഒരു സുഹൃത്താണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ടൗണിലിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പുറകിലേക്ക് വീണ് ആ വീഴുന്ന വീഴ്ചയിൽ തലയിടിച്ചു, സ്പൈനൽ കോഡിന് പ്രശ്നമായി, ചതവ് പറ്റി. നമ്മൾ ആലോചിച്ച് നോക്കി, 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നിങ്ങനെ കിടക്കുകയാണ്, അനങ്ങാൻ പറ്റാതെ. ഓർമ്മയുണ്ട്, ആളുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ കയ്യും കാലും അനക്കാൻ കഴിയുന്നില്ല. നിമിഷ നേരം കൊണ്ടാണ് പരീക്ഷണം വന്ന് ബാധിച്ചത്. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇങ്ങനെ വരികയാണ്. 40 ലക്ഷം രൂപ ചെലവാണ്. ഒരു സർജറി നടത്തണമെങ്കിൽ 40 ലക്ഷം രൂപയോളം ചെലവാണ്. എന്താ ഉണ്ടായത്? ഒരു നിമിഷ നേരം കൊണ്ട് സുഹൃത്തെ നമ്മുടെ അവസ്ഥ മാറ്റിമറിക്കും പടച്ചുറപ്പ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, കഠിനമായ ജഹ്ദുൽ ബലാ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ വലാ തുഹമ്മിൽനാ മാലാ ത്വാഖത ലനാ, പടച്ചോനെ ഞങ്ങൾക്ക് സാധിക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത പരീക്ഷണമൊന്നും പടച്ചോനെ തരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ്. അപ്പുറത്തുള്ളവൻ്റെയും ഇപ്പുറത്തുള്ളവൻ്റെയും സുഖാഡംബര ജീവിതത്തെ നോക്കിയിട്ട് സ്വന്തത്തിലേക്ക് ചുരുങ്ങി നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ ഇദാ അറദ്ത അൻ തഅരിഫ നിഅമതല്ലാഹി അലൈക ഫഗ്മിദ് ഐനൈക, നിനക്ക് അല്ലാഹു ഒന്നും തന്നിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്ന സമയത്തൊക്കെ 2 കണ്ണൊന്ന് അടച്ചു വെക്കുന്നതാണ്. 2 കണ്ണൊന്ന് അടച്ചു വെക്ക്. നീ അനുഭവിക്കുന്ന ഒരു ഇരുട്ടുണ്ടല്ലോ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ഇരുട്ടിൻ്റെ ലോകത്ത് ജീവിക്കുമ്പോൾ നിനക്ക് പടച്ച റബ്ബ് തന്ന കണ്ണെന്ന നിഅമത്തുണ്ടല്ലോ, അതിൻ്റെ വില നീ മനസ്സിലാക്കുന്ന. ബാക്കിയുള്ളതൊന്നും അറിയണ്ട. ഒരു കണ്ണിൻ്റെ വിലയെങ്കിലും, പ്രിയമുള്ളവരെ, എത്ര അന്ധന്മാർ, എത്ര കാഴ്ചയില്ലാത്ത ആളുകളാണ് പാവപ്പെട്ട, അല്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ ചിത്രമുണ്ടോ? നമുക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു രൂപമുണ്ട്. നമുക്ക് ഉപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചിത്രമുണ്ട്. നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ഒരു ചിത്രമുണ്ട്. ഒരു ലൈറ്റ് എന്ന് പറയുമ്പോൾ, ഒരു മൊബൈൽ എന്ന് പറയുമ്പോൾ ഒരു ചിത്രമുണ്ട്. അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് പിടിച്ചൊരു ഷേപ്പേ ഉള്ളൂ, ഒരു രൂപേ ഉള്ളൂ, അല്ലേ, ഒരു ആകൃതി മാത്രമേ ഉള്ളൂ. ഉമ്മയെ തൊട്ട് മനസ്സിലാക്കുന്നവർ, ഉമ്മയുടെ ഗന്ധം കൊണ്ട് മനസ്സിലാക്കുന്നവർ, ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആകൃതി കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതോ ഈ കണ്ണെന്ന നിഅമത്ത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ജനിച്ച അന്ന് മുതൽ സുജൂദിൽ കടന്ന് മരിക്കുന്നത് വരെ, നിങ്ങളെ മലക്കുൽ മൗത്ത് കണ്ടുമുട്ടുന്നത് വരെയും നിങ്ങൾ സുജൂദിൽ കടന്നാലും പടച്ചോനോട് നിങ്ങളുടെ ശുക്ർ പൂർത്തിയാവില്ല. ജനിച്ച അന്ന് മുതൽ സുജൂദിൽ കടന്ന് മരിക്കണ വരെ നമ്മൾ സുജൂദിൽ കടന്നാലും അള്ളാഹിനോട് ചെയ്യേണ്ട ബാധ്യത നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു കണ്ണ് എന്ന നിയമത്തിന് പോലും അത് തികയൂല എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പടച്ചറബിനോട് ധാരാളമായി ശുക്ർ ചെയ്യുക. അള്ളാഹ് തന്ന നിഅമത്തുകൾ അള്ളാഹുവിന് കുഫർ ചെയ്യാൻ ഉപയോഗിക്കരുത്. വാഹനം തന്നിട്ടുണ്ടോ? അത് തിയേറ്ററിൽ ഓടാനല്ല. വാഹനം തന്നിട്ടുണ്ടോ? അത് ക്ലബിലേക്ക്, വേണ്ടാത്തരങ്ങളിലേക്ക് ഓടാനല്ല. അത് പള്ളിക്ക് ഓടാനാണ്, അത് ജമാഅത്തിന് വരാനാണ്, ദഅവ പ്രോഗ്രാമുകൾക്ക് ഓടാനാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തന്നിട്ടുണ്ടോ? അത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ്. നമുക്ക് അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ടോ? നമുക്ക് അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, നാളെ കൈ മുറിക്കപ്പെട്ടാൽ, കാല് മുറിക്കപ്പെട്ടാൽ, നമ്മുടെ കണ്ണെടുത്തു മാറ്റപ്പെട്ടാൽ നമുക്ക് പറയാൻ കഴിയണം, പടച്ച റബ്ബേ, എൻ്റെ ഈ കൈ കൊണ്ട് ഇത്ര വർഷം ഞാൻ ജീവിച്ചിട്ടും നിനക്ക് തൃപ്തിയില്ലാത്ത ഒന്നിലേക്കും ഞാൻ പോയിട്ടില്ല. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ 40-ാമത്തെ വയസ്സിൽ കാല് മുറിച്ചപ്പോൾ ആ കാല് കയ്യിൽ പിടിച്ച് ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്,
പടച്ച റബ്ബേ 40 കൊല്ലം ഉർവ ഈ കാലുപയോഗിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ മരം കോച്ചുന്ന തണുപ്പത്തും ഇതാ റബ്ബേ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും 40 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും റബ്ബേ നിനക്കിഷ്ടമില്ലാത്ത മാർഗത്തിൽ എൻ്റെ ഈ കാല് നടന്നിട്ടില്ല എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് സുഹൃത്തേ, നമുക്ക് അല്ലാഹു തന്ന നിഅമത്തുകളെ അത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഒരു വീടുണ്ടോ, പടച്ചവന് വേണ്ടി, അവിടെ ഖുർആൻ പാരായണം നടക്കട്ടെ, അവിടെ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കട്ടെ. മക്കളുണ്ടോ, അവർ ദീനിൻ്റെ മാർഗത്തിൽ ഇറങ്ങട്ടെ. വാഹനമുണ്ടോ, അത് ദീനിൻ്റെ മാർഗത്തിൽ പള്ളിക്ക് വേണ്ടി വരട്ടെ. അതല്ലാതെ മുഴുവൻ സമയവും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി റബ്ബിനെ മറക്കുന്ന വാഹനം നമുക്ക് വേണ്ട, റബ്ബിനെ മറക്കുന്ന ഒരു മൊബൈൽ നമുക്ക് വേണ്ട, റബ്ബിനെ മറക്കുന്ന മറ്റൊന്നും നമുക്ക് വേണ്ട. എല്ലാം അള്ളാഹുവിൻ്റെ സ്മരണകളുള്ളതാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. ഇത് ഇബ്രാഹിം നബിയുടെ ഗുണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 5 ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവാൻ നമ്മൾ നന്നായി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് അത്തരത്തിൽ പരിപൂർണമായി അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകളായി തീരാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യവും സഹായവും തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖലീലാകാൻ ഉണ്ടായ കാരണങ്ങളിൽ, ഗുണങ്ങളിൽ ചിലതാണ് സൂചിപ്പിച്ചത്. ഇതല്ലാത്ത ധാരാളം ഗുണങ്ങൾ വേറെയും നമുക്ക് ഖുർആനിൽ വായിക്കാൻ സാധ്യമാണ്. ഈ ഗുണങ്ങളെങ്കിലും നമ്മളിലുണ്ടോ എന്നൊരു പരിശോധനയും അതോടൊപ്പം ഇല്ല എങ്കിൽ അതുണ്ടാക്കാനുള്ള പ്രാർത്ഥനയും പരിശ്രമവുമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളുള്ളത് ദുൽഹിജ്ജയിലാണ്. നമുക്കൊക്കെ അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന 10 ദിവസങ്ങൾ വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. സ്വഹാബത്ത് അഖിലവും പറഞ്ഞു 10 രാത്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ ആദ്യ 10. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 കർമ്മങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വലൽ ജിഹാദു ഫീ സബീലില്ലാ, റസൂലെ ജിഹാദും അതിനേക്കാൾ പുണ്യകരമാണോ ഈ 10 ദിവസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിലേക്ക്, യുദ്ധരണഭൂമിയിലേക്ക്, ശത്രുവിൻ്റെ ആയുധമുനമ്പിലേക്ക് എടുത്തു ചാടുന്നതിനേക്കാൾ കൂലി കിട്ടുന്ന കാര്യമാണ് ഈ 10 ദിവസത്തെ പ്രവൃത്തി എന്നുള്ളതാണ്. ഷഹീദിൻ്റെ അത്ര കൂലിയില്ല. അവിടെ ജിഹാദിനിറങ്ങി ഷഹീദായാൽ ഷഹീദിനാണ് ഉയർന്ന കൂലി. പക്ഷെ ജിഹാദിനിറങ്ങി ഷഹീദാവാത്തവനേക്കാൾ കൂലി ഈ 10 ദിവസം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നുള്ളതാണ്. അതുകൊണ്ട് അതതിൻ്റെ ഗൗരവമാണ് അറിയിക്കുന്നത്. ജിഹാദിനെ തരം താഴ്ത്തുകയല്ല, മറിച്ച് ഈ 10 ദിവസത്തിൻ്റെ ഫള്, അതിൻ്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ റമദാൻ മാസത്തെ ശ്രദ്ധിക്കാറുണ്ട്. റമദാനിൽ ജമാഅത്ത് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ, ഖുർആൻ പാരായണം ഖത്തം തീർക്കാൻ, നോമ്പോക്കാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, സ്വതക്ക കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ 10 ദിവസം പലപ്പോഴും പിശാച് നമ്മൾ അശ്രദ്ധയിലാക്കാൻ. കാരണം ഉമ്മഹാത്തുൽ ഇബാദാത്ത്, എല്ലാവിധ ആരാധനകളും ഒരുമിച്ച് ചേരുന്ന ഒരു കാലമാണിത്. ഹജ്ജും അതുപോലെ തന്നെ മറ്റു നിസ്കാരമാകട്ടെ, സ്വതക്കകളാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, നോമ്പാവട്ടെ, ഇതൊക്കെ ഒരുമിച്ച് ചേരുന്നൊരു 10 ദിവസമാണ്. ഇത് റമദാനിലില്ല. അതുകൊണ്ട് ഈ 10 ദിവസത്തെ മാക്സിമം നന്മകൾ കൊണ്ട് ചെലവിടാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ബലിപെരുന്നാൾ ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ചയാണ് അറഫ നോമ്പ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ശ്രേഷ്ഠത പറഞ്ഞ, പാപങ്ങൾ പുറത്തു കിട്ടാൻ, പ്രതിഫലം വർദ്ധിപ്പിക്കാൻ എല്ലാം കാരണമാകുന്ന, ഒരു വർഷത്തേക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പാണ് അറഫ നോമ്പ്. അതുകൊണ്ട് നമ്മളാരും ആ നോമ്പ് ഒഴിവാക്കരുത്. പരമാവധി ഈ 10 ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പ് നോൽക്കുക. എന്തു തന്നെ ആയാലും അറഫ നോമ്പ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക.
അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നൊരു പ്രവണത നമ്മളിൽ ഉണ്ടാവാതിരിക്കണം. കാരണം സുന്നത്ത് എന്നതൊക്കെ ഫിഖ്ഹിന് വേണ്ടി, കർമ്മശാസ്ത്രത്തിന് വേണ്ടി വ്യവച്ഛേദിക്കുന്ന ചില താരീഫുകളാണ്, ചില നിർവചനങ്ങളാണ്. അതല്ലാതെ അത് കർമ്മപദത്തിൽ കൊണ്ടുവരാനുള്ള നിർവചനങ്ങളല്ല. ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞ മഹാനായ നാസിർ സാദി റഹിമഹുല്ലാ, അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ ചോദിച്ചു, ഉസ്താദേ ഇത് നിർബന്ധമാണോ സുന്നത്താണോ? മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സാദി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിദ്യാർത്ഥിയോട് തിരിച്ചു ചോദിച്ചു, മോനെ ഈ ചോദ്യം എന്തിനാണ്? സുന്നത്താണോ വാജിബാണോ എന്ന് ചോദിച്ചത് നിനക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനാണോ? എങ്കിൽ രണ്ടും ഒരുപോലെയാണ്. സുന്നത്ത് വാജിബ് എന്ന് വേർതിരിവൊന്നുമില്ല, അതങ്ങനെ അനുസരിക്കാം. അത്തിയുല്ലാഹ വാത്തിയുർ റസൂൽ, അള്ളാഹി റസൂലിനെ അനുസരിക്കണം. എന്നാൽ ഒരു ഇൽമിന് വേണ്ടി, ഒരു അറിവിന് വേണ്ടി നീ ചോദിക്കുകയാണെങ്കിൽ അത് സുന്നത്താണ് എന്ന് ഇമാം സാദി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് അത് നമ്മുടെ ഒരു അറിവില്ലായ്മയാണ് എന്നെന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സുന്നത്തുകളും ഫർളുകളും എല്ലാം എടുത്ത് ഏത് സുന്നത്ത് കൊണ്ട്, ഏത് കർമ്മം കൊണ്ടാണ് സുഹൃത്തെ നമ്മളൊക്കെ സ്വർഗ്ഗത്ത് പോകാൻ നമുക്ക് ആർക്കും അറിയില്ല, ഏതാ അള്ളാഹ് കബൂൽ ചെയ്യാൻ നമുക്കറിയില്ല. അതുകൊണ്ട് പരമാവധി ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുവാനും അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ സ്വഭാവങ്ങൾ നേടിയെടുക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾക്ക് അള്ളാഹുവിൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ദീനി രംഗത്ത് സജീവരായി പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, എല്ലാവരുടെ കബറിടവും അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ രോഗത്തിന് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗസയിലും ഫിലിസ്തീനിലും ലോകത്തിൻ്റെ ഇതര ഭാഗത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹുവിൻ്റെ കാരുണ്യവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.